ഉണ്ണി ബാലകൃഷ്ണൻ. വളരെയധികം വേദന സൃഷ്ടിക്കുന്ന ഒരു വാർത്തയുടെ നടുക്കത്തിലാണ് കേരളം മുഴുവൻ. മലയാളത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ വളരെ അല്പസമയം മുമ്പ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. ഒരർത്ഥത്തിൽ മലയാള ഭാഷയ്ക്ക് തന്നെ, മലയാള സാഹിത്യത്തിന്, മലയാള സിനിമയ്ക്ക്, മലയാളിയുടെ എല്ലാതരം സർഗാത്മക അനുഭവങ്ങളിലും വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്തലുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഇതിഹാസതുല്യമായൊരു ജീവിതമാണ് വിട പറഞ്ഞിരിക്കുന്നത്. MTയുടെ കൃതികൾ വായിച്ചുകൊണ്ട് വളരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു തലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ MT മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും സിനിമയ്ക്കും എല്ലാം നൽകിയ ഒരു സംഭാവനയെ സാർ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഷഫീഖ് ഇപ്പോൾ ഉപയോഗിച്ച പ്രയോഗമാണ് ഏറ്റവും പ്രസക്തമായ പ്രയോഗം. ഇതിഹാസ തുല്യമായ ജീവിതമാണ് MT വാസുദേവൻ നായരുടെ. ഒരു സംശയം അക്കാര്യത്തിനകത്തില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു ഭാഷാ സമൂഹത്തെ ആകെ സ്വാധീനിക്കാൻ കഴിഞ്ഞ മറ്റൊരു മലയാളി എഴുത്തുകാരൻ MT വാസുദേവൻ നായരെ പോലെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഭാഷാ സമൂഹം എന്ന് പറയുമ്പം മലയാളികളെ ഒന്നടങ്കം സ്വാധീനിച്ചിട്ടുള്ളൊരു എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. ഇപ്പോൾ എനിക്ക് മുമ്പുള്ള തലമുറ MTയെ വളരെ ആഴത്തിൽ വായിച്ചിരുന്നു. അവരിൽ നിന്നാണ് MT വാസുദേവൻ നായർ എന്ന് പറയുന്നൊരു എഴുത്തുകാരനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഞാനും എൻ്റെ തലമുറയിൽപ്പെട്ടവരും MT വാസുദേവൻ നായരെ വായിക്കുന്നു. എനിക്ക് പിന്നാലെ വന്ന ആളുകളും MTയെ വായിക്കുന്നു. അപ്പം തലമുറകളെ ഇങ്ങനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ള എത്ര എഴുത്തുകാരുണ്ട് മലയാളത്തിൽ? ആ അർത്ഥത്തിൽ പ്രതിഭാധനമായ ഒരു ജീവിതം തന്നെയായിരുന്നു MTയുടേത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. MT എന്ന് പറയുമ്പോൾ അത് 2 ഇംഗ്ലീഷ് അക്ഷരമാണ് സത്യത്തിൽ. പക്ഷേ ഇത്രയേറെ മലയാളിത്തമുള്ള മറ്റ് 2 അക്ഷരങ്ങൾ ഈ ഭാഷയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം MT എന്ന് പറയുമ്പോൾ അത് 2 ഇംഗ്ലീഷ് അക്ഷരമായിരിക്കുമ്പോഴും എല്ലാ മലയാളികളും ചേർത്ത് വയ്ക്കുന്ന അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 അക്ഷരങ്ങളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. MT വാസുദേവൻ നായരുടെ പുസ്തകങ്ങളാണ് ഒരർത്ഥത്തിൽ എന്നെ ഗൗരവമായ വായനയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ അനുഭവമാണല്ലോ പറയേണ്ടത്. അതിനു മുമ്പൊക്കെ സാധാരണ പിന്നെ പൈങ്കിളി സാഹിത്യം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചില നോവലുകളൊക്കെയാണ് വായിച്ചിട്ടുള്ളത്. പിന്നീട് ഞാൻ കോളേജിലേക്കൊക്കെ എത്തുമ്പോഴാണ് MT വാസുദേവൻ നായർ എന്നൊരു എഴുത്തുകാരനുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ MTയുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു MTയുടെ നോവലുകൾ എന്ന് പറയുന്നത്. MTയുടെ നോവലുകൾ മാത്രമല്ല, ചെറുകഥകളും. നോക്കൂ, എന്നെ ആദ്യവും അവസാനവും ആകർഷിച്ചിട്ടുള്ളത് MTയുടെ ഭാഷാശൈലിയാണ്, രചനാ സൗകുമാര്യമാണ്. ഇത്ര മനോഹരമായി മലയാള ഭാഷയെ ഉപയോഗിച്ചിട്ടുള്ള ഗദ്യകാരന്മാർ വളരെ കുറവാണ്. ഇപ്പം നമ്മളൊരു ഉദാഹരണമായിട്ട് എടുത്താൽ നാലുകെട്ട്, അല്ലെങ്കിൽ അസുരവിത്ത്, കാലം, രണ്ടാമൂഴം, ഇങ്ങനെയൊക്കെയുള്ള നോവലുകൾ സാമാന്യം വലിപ്പമുള്ള നോവലുകളാണ്. എന്നാൽ ഈ നോവൽ നിങ്ങൾ വായിച്ചു തരുമ്പോൾ ഇതിലേതെങ്കിലും ഒരു വാക്കോ ഒരു വാക്യമോ അനാവശ്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനേ കഴിയില്ല. MTയിൽ അത് ചെറുകഥയിലാണ് കേട്ടോ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഒരു വാക്കോ ഒരു വാക്യമോ അനാവശ്യമായി ഉപയോഗിക്കാത്ത ഒരു എഴുത്തുകാരൻ. അത് ഇത്രയും വലിയ കൃതികൾ എഴുതുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പിന്നെ ചില പദപ്രയോഗങ്ങൾ അനാവശ്യമായി കടന്നു വരാം, അനാവശ്യമായ ചില സന്ദർഭങ്ങൾ കടന്നു വരാം. ഇപ്പോഴത്തെ കാലത്തൊക്കെ സാഹിത്യകാരന്മാർക്ക് എഡിറ്റർമാരുണ്ടല്ലോ. നിങ്ങളൊരു കൃതി എഴുതി കഴിഞ്ഞാൽ പിന്നെ എഡിറ്റർ അത് വായിച്ചിട്ട് എഡിറ്ററാണ് അവസാനം ഒരു ഫൈനൽ കട്ടൊക്കെ നടത്തിയിട്ട് അത് പബ്ലിഷിങ്ങിലേക്ക് പോവുക. MTയുടെ കാലത്ത് അങ്ങനൊന്നുമില്ല. അപ്പം MT തന്നെയാണ് MTയുടെ നോവലിൻ്റെ എഡിറ്ററും. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് MT ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ, പത്രാധിപർ കൂടിയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു എഡിറ്റിംഗ് സ്വഭാവം അദ്ദേഹത്തിന് ഗുണപ്രദമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം അദ്ദേഹം എഡിറ്ററായിരുന്നു, അതോ അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം. പക്ഷേ ഒരു എഡിറ്റർ അദ്ദേഹത്തിനുള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സൂക്ഷ്മമായി ഭാഷയെ ഉപയോഗിക്കുന്ന, വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു ശൈലി MTയോളം വഴക്കത്തോടെ ചെയ്യുന്ന വേറൊരു എഴുത്തുകാരനെ ഞാൻ കണ്ടിട്ടില്ല. അത് എൻ്റെ മാത്രം അനുഭവമായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എല്ലാ മലയാളികളും, MTയെ വായിച്ചിട്ടുള്ള എല്ലാ മലയാളികളുടെയും അനുഭവം അതുതന്നെയായിരിക്കും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ MTയുടെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചില കഥാസന്ദർഭങ്ങൾ ഒരു മൗനത്തെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു നിശബ്ദതയെ ഉണ്ടാക്കും. അത് MT അവിടെ എവിടെയെങ്കിലും എഴുതി വയ്ക്കുന്നതല്ല, മറിച്ച് ആ വായനക്കാരന് അത് അനുഭവവേദ്യമാകും. ആ രീതിയിലൊക്കെ ഈ ഭാഷയ്ക്കിടയിലുള്ള മൗനത്തെ, ഭാഷയിലൂടെ സംജാതമാക്കുന്ന നിശബ്ദതയൊക്കെ ഇത്ര ക്രാഫ്റ്റോടുകൂടി മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് MT. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ തലമുറയെ മാത്രമല്ല എനിക്ക് മുമ്പേയുള്ള തലമുറയും അദ്ദേഹം സ്വാധീനിച്ചിരുന്നു. എനിക്ക് പിന്നാലെ വരുന്ന തലമുറയും സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇനി അടുത്തൊരു 2 തലമുറയെ കൂടി സ്വാധീനിക്കുന്ന എഴുത്തുകാരനായിട്ട് MT വാസുദേവൻ നായർ തുടരും. നോക്കൂ, 5 തലമുറയെ സ്വാധീനിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് അത്യപൂർവമായ ഭാഗ്യമാണെന്ന്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അപ്രസക്തരായി പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് പല എഴുത്തുകാരുടെയും എഴുത്ത് ജീവിതം എന്ന് പറയുന്നത്. അവിടെ നിന്നൊക്കെ വ്യത്യസ്തനായി MT ഇങ്ങനെ ഒരു വലിയ വടവൃക്ഷം പോലെ പിന്നെ മലയാളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
ഒരു പക്ഷേ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളൊരു കാര്യം വെച്ചാൽ എം ടിയുടെ രചനയിൽ വളരെ പിന്നെ കൗശലത്തോടു കൂടിയോ ബുദ്ധിയോടുകൂടിയോ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ളൊരു തീരുമാനം എന്ന് പറയുന്നത് തൻ്റെ അറിവിൻ്റെ പരിസരത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് പ്രമേയങ്ങളെ തിരഞ്ഞെടുക്കുക, തനിക്ക് നേരിട്ടറിയാവുന്ന ആളുകളെ കഥാപാത്രങ്ങളാക്കുക, ആ രീതിയിലുള്ളൊരു രചനാതന്ത്രം ആദ്യം മുതൽ തന്നെ എം ടി പ്രയോഗിക്കുന്നത് കാണാം. ഇപ്പോൾ നമുക്ക് കേരളത്തിന് അല്ലെങ്കിൽ കേരളീയ പശ്ചാത്തലത്തിന് പുറത്ത് അപൂർവമായി മഞ്ഞ് എന്ന് പറയുന്നൊരു നോവലുണ്ട് എന്നുള്ളതൊഴിച്ചാൽ, അല്ലെങ്കിൽ ഏതാനും ചില ചെറുകഥകളുണ്ട്, അതൊക്കെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ എം ടി ചെയ്തതാണ്. എം ടിയിൽ നിന്ന് തന്നെ ഒന്ന് വിച്ഛേദിച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടി ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങളാണ്. പക്ഷേ എം ടിയുടെ എല്ലാ പ്രധാനപ്പെട്ട കൃതികളും കേരളീയ പശ്ചാത്തലം, പ്രത്യേകിച്ച് മലബാറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എം ടി എഴുതിയിട്ടുള്ളത്. അവിടെ തന്നെയും വളരെ ചുരുങ്ങിയൊരു കഥാപരിസരമായിരിക്കും എം ടിയുടേത്. ഇപ്പോൾ നമ്മുടെ സാഹിത്യത്തിലുള്ള പല എഴുത്തുകാരും ഒരു ചരിത്ര സംഭവത്തെ അല്ലെങ്കിൽ ഒരു ചരിത്ര കാലഘട്ടത്തേക്ക് ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാമൂഹികമായി ജീവിതത്തെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ, കാലം ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. കാലം എന്ന് പറയുന്ന നോവലിൽ സേതു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണുള്ളത്. ആ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ വ്യക്തിഗതമായ അനുഭവങ്ങളും മനോനിലയുമാണ് ആ നോവലിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അയാളുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു വരുന്ന കുറേ കഥാപാത്രങ്ങൾ, അയാൾ സഞ്ചരിക്കുന്ന കുറേ കഥാപരിസരങ്ങൾ, ഒരു പ്രദേശം, ഇത്രയൊക്കെ ഉള്ളൂ എം ടിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. പക്ഷേ അതിനുള്ളിൽ നിന്ന് എം ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭാവനാ പ്രപഞ്ചമുണ്ടല്ലോ, ആ ഭാവനാ പ്രപഞ്ചത്തോട് മലയാളികൾ വളരെ പെട്ടെന്ന് ഐക്യപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പം ഫ്യൂഡലിസത്തിൻ്റെ ഒരു തകർച്ച, അതുമായി ബന്ധപ്പെട്ട് നായർ സമുദായത്തിലുണ്ടായിട്ടുള്ള അരക്ഷിതാവസ്ഥ, അതിൽ നിന്ന് അത്തരം കുടുംബങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന യുവത്വങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ് എം ടി യഥാർത്ഥത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. പക്ഷേ അത് വായിച്ച മലയാളി, അത് ആര് വായിക്കുന്നു അയാൾ ആ കഥാപാത്രമായിട്ട് മാറുകയാണ്, അല്ലേ? സേതുവിനൊന്നും ഒരാളോട് മാത്രമേ സ്നേഹമുണ്ടായിരുന്നുള്ളൂ, അത് സേതുവിനോട് മാത്രമായിരുന്നു എന്ന് സുമിത്ര പറയുന്ന കഥാസന്ദർഭത്തെ മനസ്സിലാക്കാത്തതോ വായിക്കാത്തതോ ഉൾക്കൊള്ളാത്തതോ അനുഭവിക്കാത്തതോ ആയ ഒരു മലയാളിയും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്രയധികം എഴുത്തുകാരൻ ഈ വായനക്കാരനോട് താതാത്മ്യപ്പെടുന്ന, അല്ലെങ്കിൽ എഴുത്തും വായനയും സ്വന്തം അനുഭവമായി മാറുന്ന അപൂർവമായിട്ടുള്ള സിദ്ധി ലഭിച്ചിട്ടുള്ള എന്താ പറയുക, അനുഗ്രഹീതനായ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ. ഞാൻ എപ്പോഴും പറയും, മലയാളത്തിൽ എം ടിക്ക് ശേഷം വന്ന എല്ലാ കഥാകൃത്തുക്കളിലും, എം ടിയുടെ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ കഥാകൃത്തുക്കളിലും ഏറെയും കുറഞ്ഞ ഒരു എം ടി വാസുദേവൻ നായരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ നിങ്ങൾ എഴുത്തുകാരനല്ലെങ്കിലും നിങ്ങളത് വായിക്കുന്നൊരു വായനക്കാരനാണെങ്കിലും നിങ്ങളുടെ ഒരു എം ടി വാസുദേവൻ നായരുണ്ട്. ആ അർത്ഥത്തിലൊക്കെ ഇത്രയധികം മലയാളിയെ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയുടെ, രചനാതന്ത്രത്തിൻ്റെ, ഇതിവൃത്തം തിരഞ്ഞെടുക്കുന്നതിൽ കാണിക്കുന്ന സൂക്ഷ്മതയുടെ ഒക്കെ ഒരു എന്താ പറയുക, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി സംഭവിച്ചു പോയിട്ടുള്ളതാണ്. അത് മനഃപൂർവ്വമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഒരു സൂക്ഷ്മത എം ടി പുലർത്തിയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ, വാക്യങ്ങൾ പ്രയോഗിക്കുന്നതിൽ ഒക്കെ കാണിക്കുന്ന സൂക്ഷ്മത എന്ന് പറയുന്നത് ഏത് എഴുത്തുകാരനെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. എന്ന് മാത്രമല്ല, എം ടി ഒരു മാതൃകയായിരുന്നു കേട്ടോ. എം ടി ഒരു ബിംബമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. എം ടി ഒരു നോവലിസ്റ്റാണ്, ഒരു തിരക്കഥാകൃത്താണ്, പത്രാധിപരാണ്, ഉപന്യാസകാരനാണ്, ചലച്ചിത്ര സംവിധായകനാണ്. എം ടി 2 പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. വളർത്തുമൃഗങ്ങൾ എന്നുള്ള സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു യൂസഫ് അലി കച്ചേരിക്ക് എന്തോ അസുഖമായിട്ട് വന്ന സമയത്ത് എം ടി പാട്ടും എഴുതിയിട്ടുണ്ട്. കവിത എഴുതാനായിരുന്നു എം ടി ആഗ്രഹിച്ചിരുന്നതെന്നൊക്കെ എം ടി പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ എം ടി ഒരു എന്താ പറയുക, ഒരു ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അപ്പം ആ അർത്ഥത്തിലൊക്കെ പ്രതിഭാതനമായ ജീവിതം, താങ്കൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ ഇതിഹാസ തുല്യമായ ജീവിതം, ആ ജീവിതം ജീവിച്ച് മലയാളിയെ താൻ ജീവിച്ച കാലഘട്ടത്തിലും ഇനി വരുന്ന കാലഘട്ടത്തിലും സ്വാധീനിക്കാൻ കഴിയും വിധത്തിൽ ഇത്ര തലയെടുപ്പോടുകൂടി നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വം, മലയാളി വ്യക്തിത്വം എന്ന് പറയുന്നത് അത്യപൂർവമാണ്. ആ ഒരാളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പിന്നെ എം ടിയുടെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് എം ടി വാസുദേവൻ നായർ ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പിൽക്കാലത്ത് എനിക്ക് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ വിയോജിപ്പ് ഉണ്ടായിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് എം ടിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല, എം ടിയുടെ കൃതികളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല, എം ടിയുടെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല. അതാണ് എം ടിയുടെ സ്വാധീനം എന്ന് പറയുന്നത്. അപ്പം മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം എം ടി വാസുദേവൻ നായർ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആധുനികത എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിലേക്ക് വരുന്നത്, അല്ലേ? ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തെ പോലെ ഒരു നോവൽ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ സേതുവിൻ്റെ പാണ്ഡവപുരം, മുകുന്ദൻ്റെ ഡൽഹി, ആനന്ദിൻ്റെ ആൾക്കൂട്ടം, ഇങ്ങനെയൊക്കെയുള്ള കൃതികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേകതരം വായനക്കാരെ ഉണ്ടാക്കുകയും മലയാളത്തിൻ്റെ ഭാവുകത്വത്തെ, മലയാള സാഹിത്യ ഭാവുകത്വത്തെ മാറ്റിത്തീർക്കാൻ കഴിയും വിധം സ്വാധീനം ചെലുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എം ടിക്ക് ആ സ്വാധീനം ഉണ്ടായിട്ടില്ലല്ലോ. എം ടി ഒരിക്കലും അത്തരത്തിലുള്ളൊരു സ്വാധീനത്തിലേക്ക് വഴങ്ങാൻ സ്വയം തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ നിന്ന് എം ടി എപ്പോഴും അകറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ
ഏറ്റവും നന്നായി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ് കേട്ടോ എം ടി വായിക്കുന്നത് പോലെ ലോക സാഹിത്യം വായിച്ചിട്ടുള്ള വളരെ അപൂർവ ആളുകളെ നമുക്കിടയിലുള്ളൂ. പക്ഷേ ആ ലോക സാഹിത്യമൊക്കെ വായിക്കുമ്പോഴും എം ടി എപ്പോഴും പറയുന്നത് പോലെ എനിക്കറിയുന്ന നിളയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു കഥാപരിസരത്തിൽ തന്നെ ഒതുങ്ങിക്കൂടാനാണ് എം ടി ശ്രമിച്ചിട്ടുള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം വിവിധ തരത്തിലുള്ള രചനാ സങ്കേതങ്ങൾ നന്നായി ബോധ്യമുള്ള, ഏറ്റവും ഒടുവിൽ ഇപ്പം മാജിക്കൽ റിയലിസം പോലെ മാർക്കേസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ആ രചനാ സങ്കേതങ്ങളെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്ന ഒരാളാണ് എം ടി വാസുദേവൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിലും അത്തരത്തിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരു നേർരേഖയിൽ കഥ പറഞ്ഞു പോകുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ എം ടിക്കുള്ളത്. വളരെ സരളവും ലളിതവുമാണ് എം ടിയുടെ രചനാശൈലി എന്ന് പറയുന്നത്. അത് ആർക്കും വളരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രചനാ രീതിയും കഥാ അന്തരീക്ഷവും ഒക്കെയാണ്. അവിടെ നിന്ന് തന്നെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമം എം ടി നടത്തിയിട്ടേയില്ല. ഒരുപക്ഷെ തൻ്റെ USP ഇതാണ് എന്ന് എം ടിക്ക് മറ്റാരേക്കാളും നന്നായി ബോധ്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എം ടി അതിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഈ മലയാളത്തെ സംബന്ധിച്ച് എം ടി എന്ന് പറയുന്ന എഴുത്തുകാരൻ, ആ എഴുത്തുകാരൻ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അടുത്തൊരു 2 തലമുറയെ കൂടിയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ നിലയെടുക്കുക. ഇനിയിപ്പോൾ ഒരു 2 തലമുറയെ കൂടിയേ ഈ എഴുത്തുകാരൻ സ്വാധീനിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ അത് വളരെ പരിമിതിപ്പെടുത്തി കളഞ്ഞോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതേ. കാരണം ഇപ്പോൾ CV രാമൻപിള്ള എന്ന് പറഞ്ഞ നോവലിസ്റ്റ് ഇപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തകഴി ശിവശങ്കരപിള്ള എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് നമ്മളെ ഇപ്പോൾ സ്വാധീനിക്കുന്നുണ്ടോ? എത്ര പേര് ഇപ്പോൾ തകഴിയെ വായിക്കുന്നുണ്ട്? അല്ലെങ്കിൽ എത്ര പേര് കരൂരിൻ്റെ കഥകൾ വായിക്കുന്നുണ്ട്? എഴുത്തുകാരായിട്ടുള്ളവരും എഴുത്തിനെ വളരെ ഗൗരവത്തോടെ സമീപിക്കുന്നവരും എഴുത്തിനെ പഠിക്കുന്നവരുമൊക്കെ ഇത്തരത്തിൽ അക്കാഡമിക്കായിട്ട് അവരെയൊക്കെ വായിക്കുന്നുണ്ടാകാം, വായിക്കുകയും ചെയ്യണം. ചിലപ്പോൾ ഇഷ്ടത്തോടെ വായിക്കുന്നുണ്ടാകും. ഞാനിപ്പോഴും തകഴിയുടെ കയർ ആവർത്തിച്ച് വായിക്കുന്ന ഒരാളാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് തകഴി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ് തകഴി. പക്ഷേ അങ്ങനെ എല്ലാവരും അത് വായിച്ചു കൊള്ളണം എന്നില്ല. ഞാൻ പറയുന്ന ഒരു 1-2 തലമുറ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വാധീനം ചെലുത്തുന്നു, പിന്നെ ഒരു അടുത്ത തലമുറയെ കൂടി സ്വാധീനം ചെലുത്തുന്നു. അതിനപ്പുറത്തേക്കൊന്നും എഴുത്തുകാർ ലോകത്തെവിടെയും ജീവിച്ചിരിക്കുന്നില്ല. അപൂർവം കൃതികൾ മാത്രമേ അങ്ങനെ കാലാധിവർത്തിയായിട്ട് നിലനിൽക്കുകയുള്ളൂ. എം ടി വാസുദേവൻ നായർ അങ്ങനെ കാലാധിവർത്തിയായി നിലനിൽക്കാൻ കഴിയുന്ന എന്തെങ്കിലും വലിയൊരു ഗ്രന്ഥം എഴുതിയിട്ടുള്ള ആളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ വാക്കിൽ ഞാനിപ്പോൾ ഉറച്ചു നിൽക്കുന്നു. ഒരു ഭാഷാ സമൂഹത്തെ ഒന്നടങ്കം സ്വാധീനിക്കുക എന്ന് പറയുന്നത് അത്യപൂർവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തെ വളരെ അനുഗ്രഹീതമായ ജീവിതമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളിയെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള, എന്താ പറയുക, എപ്പോഴും ഓർത്ത് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി എം ടി വാസുദേവൻ നായരെ ഒരു മനുഷ്യൻ കാണുന്നത്. അവർക്ക് അവരെ തന്നെ കാണാൻ, അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ അവരെ തന്നെ കാണാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം, ഒരു കണ്ണാടി നിങ്ങൾക്ക് മുന്നിൽ പിടിക്കും പോലെ വളരെ മനോഹരമായ ഭാഷയിൽ എഴുതാനും മനോഹരമായ കഥാന്തരീക്ഷത്തെ ഉണ്ടാക്കാനും മനോഹരമായ കഥാപാത്രങ്ങൾ നിർമ്മിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ആ എഴുത്തുകാരൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ചെറുതല്ല. നിങ്ങൾ മലയാളത്തിലെ ഏത് ചെറുകഥ വായിച്ചാലും ആ ചെറുകഥയുടെ ഏതെങ്കിലും ഒരു പാരഗ്രാഫിൽ ഒരു എം ടി വാസുദേവൻ നായർ നുഴഞ്ഞു കയറും എന്നുള്ളത് നിങ്ങളിനി എത്ര ബോധ്യത്തോടു കൂടി ഇരുന്നിട്ട് ഞാൻ എം ടിയുടെ ഒരു സ്വാധീനത്തിൽ പെടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പേനയെടുത്ത് പേപ്പറിൽ എഴുതാൻ തുടങ്ങിയാലും നിങ്ങളറിയാതെ ഏതെങ്കിലും ഒരു സമയത്ത് എം ടി വാസുദേവൻ നായർ നിങ്ങളുടെ തലച്ചോറിലൂടെ കടന്ന് നിങ്ങളുടെ തൂലികയിലൂടെ നിങ്ങളുടെ ഭാഷയായി നിങ്ങളുടെ താളിൽ വന്ന് വീഴുമെന്ന കാര്യത്തിന് എനിക്കൊരു സംശയവുമില്ല. അത്രയേറെ സ്വാധീനമാണ് എം ടി വാസുദേവൻ നായർ മലയാളിയുടെ മുകളിൽ ചെലുത്തിയിട്ടുള്ളത്. മലയാളിയുടെ നോവൽ സാഹിത്യത്തിൽ, കഥാസാഹിത്യത്തിൽ ഒക്കെ അദ്ദേഹം സ്വാധീനം ചെലുത്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ എം ടി വാസുദേവൻ നായരുടെ കഥകളുടെ ഒരു എക്സ്റ്റൻഷനാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും. ഒരിക്കലും ഏതെങ്കിലും ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ സൂത്രവാക്യം വെച്ചിട്ട് സിനിമ എഴുതിയിട്ടുള്ള ഒരാളല്ല എം ടി വാസുദേവൻ നായർ. അപ്പോഴും അതിന് കാഴ്ചക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന സിനിമ, സദയം എന്ന് പറയുന്ന സിനിമ, ഇങ്ങനെയൊക്കെ കൊമേഴ്സ്യലി ഹിറ്റായിട്ടുള്ള സിനിമകളുണ്ട്. എന്ന് വെച്ചാൽ ഒരു ആവറേജ് ഹിറ്റ്, വലിയൊരു സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടാക്കുന്ന ആളുമല്ല. പക്ഷേ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ടാം ഊഴം പോലെ തന്നെയുള്ളൊരു ഒരു രചനയാണല്ലോ വടക്കൻ വീരഗാഥ എന്ന് പറയുന്നത്. രണ്ടാം ഊഴത്തിൽ ഭീമനെ നായകനാക്കുന്നു. വടക്കൻ വീരഗാഥയിൽ പ്രതിനായകനായിരുന്ന ചന്തുവിനെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ചന്തുവിൻ്റെ വേറൊരു വശം നമുക്ക് കാണിച്ചു തരുന്നു. ആ അർത്ഥത്തിലൊക്കെ എഴുത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടേ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയെയും കാണുന്നുള്ളൂ. നിർമാല്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നിശ്ചയമായി ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളതിനെ അനുസ്മരിക്കാതെ പോകരുതല്ലോ. നിർമാല്യം പോലൊരു സിനിമ എടുക്കുകയും അവസാനം ഇപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ, അവസാനം ആ വെളിച്ചപ്പാട് വന്ന് ദേവിയുടെ വിഗ്രഹത്തിലേക്ക് തുപ്പുന്ന ആ ഒരു സീൻ എന്ന് പറയുന്ന ഈ കാലത്തിന് എടുക്കാൻ കഴിയില്ല. ഇനി വരുന്ന കാലത്ത് എടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തെക്കുറിച്ച് ആശങ്കയുള്ള ഒരാളാണ് ഞാൻ. കാരണം ഒരു ദേവി വിഗ്രഹത്തിലേക്ക് ഒരു വെളിച്ചപ്പാട് തുപ്പുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാൻ ഇനി വേറൊന്നും വേണ്ട എന്നുള്ളതാണ്. പക്ഷെ അന്ന് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ധൈര്യം കാണിക്കാൻ
വ്യാഖ്യാനിക്കുകയും ആ അർത്ഥത്തിലൊക്കെ ഈ സിനിമയുടെ ഗ്രാമറിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സിനിമയുടെ ഒരു ഗ്രാമറിനെ എം ടിയുടേതായ ഒരു ശൈലിയിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും പുതിയ ഒരു ആക്ടറിനോട് ചോദിച്ചാലും, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങൾക്ക് ആരുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ എം ടിയുടെ കഥാപാത്രത്തെയാണെന്ന് പറയും, അല്ലേ? അത് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഏറ്റവും പുതിയ നായകനെയോ നായികയോ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എം ടിയുടെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയായിട്ടും സ്വപ്നമായിട്ടും കരുതുന്നത്. ഒരു സിനിമാക്കാരൻ്റെ സ്വപ്നമാണ് എം ടിയുടെ ഒരു തിരക്കഥ എന്നത്. ഏറ്റവും അങ്ങനെ തന്നെയാണ് സിനിമാക്കാരുടെ സ്വപ്നമാണ് ഒരു തിരക്കഥ ലഭിക്കുക എന്നുള്ളത്. പിന്നെ എത്രയോ സിനിമാ സംവിധായകർ എം ടിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഒരു തിരക്കഥ തരുമോ എന്ന് ചോദിക്കാൻ. അത് എം ടി ഒരു ബോക്സ് ഓഫീസ് സീറ്റ് തിരക്കഥ ഇങ്ങോട്ട് തരും എന്ന് വിചാരിച്ചിട്ടേ അല്ല, മറിച്ച് എം ടിയുടെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എം ടിയുമായിട്ട് ഈ മലയാളികളുടെ പിന്നെ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ ശക്തമാണ്. എം ടി ഉണ്ടാക്കുന്നത്, എം ടിയുടെ നിര്യാണത്തിലൂടെ സംഭവിക്കുന്ന ശൂന്യതയുണ്ടല്ലോ, അത് അഗാധമായ ശൂന്യതയാണ് കേട്ടോ, അഗാധമായ ശൂന്യതയാണ്. എഴുത്തിൻ്റെ മേഖലയിലും അതേപോലെ തന്നെ പത്രപ്രവർത്തനത്തിൻ്റെ രംഗത്തും ചലച്ചിത്ര രംഗത്തുമൊക്കെ എം ടി ഉണ്ടാക്കിയ സ്വന്തം അടയാളങ്ങളുണ്ടല്ലോ, എം ടിയെ അടയാളപ്പെടുത്തിയത്, ആ അടയാളങ്ങൾ മാഞ്ഞു പോകാതെ മലയാളിയുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു 100 വർഷത്തേക്കെങ്കിലും മലയാളത്തിൽ എം ടി ജീവിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും എം ടിയെക്കുറിച്ച് വായിച്ചു കേട്ടതിൽ വളരെ കൗതുകമുള്ള നിരീക്ഷണങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം മലയാളത്തിലെ എഴുത്തുകാരിൽ പലർക്കും ഉണ്ടായിരുന്നത് പോലെയുള്ള വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഒരു തലം എം ടിക്ക് ജീവിതത്തിലുണ്ടായിരുന്നില്ല. എം ടിയുടെ എഴുത്തിൻ്റെ ആദ്യകാലം മുതൽ അവസാന കാലം വരെ എം ടി ഒരേ ജീവിതമാണ് ജീവിച്ചത് എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. എം ടി ഒരേ സ്ഥലത്ത് ഒരേ പരിസരങ്ങളിൽ ഒരേപോലെ ജീവിച്ചു എന്നുള്ളത്. പക്ഷേ എം ടി കടന്നുപോയ വഴികൾ, എഴുത്തിലൂടെ എം ടി കടന്നുപോയ വഴികൾ പക്ഷേ വളരെ ആഴവും പരപ്പുള്ളതുമാണ്. അപ്പോൾ മറ്റൊരർത്ഥത്തിൽ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചെറിയ പ്രമേയ പരിസരത്തിൽ നിന്നുകൊണ്ട് എം ടി കഥകൾ എഴുതുന്നു. പക്ഷേ ഈ കഥകൾ, ഇപ്പോൾ എം ടിയെക്കുറിച്ച് തന്നെ നേരത്തെ വായിച്ചിട്ടുള്ളൊരു ലേഖനത്തിൽ പറയുന്നത് 4 കെട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് എം ടി എഴുതുന്നത്. പക്ഷേ ലോകത്തിൻ്റെ വൻകരകളുടെ അതിരുകളെ എല്ലാം ഭേദിച്ചുകൊണ്ടുള്ള ഈ മനുഷ്യവംശത്തിൻ്റെ കഥകളെ സൂക്ഷ്മമായി എഴുതാൻ എം ടിക്ക് കഴിയുന്നു എന്നുള്ളത്. അത് ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോക സാഹിത്യത്തെ പിന്തുടരുന്നതിലൂടെ ആയിരിക്കും എം ടിക്ക് ആ നിലയിലുള്ള ഒരു സ്വയം അപ്ഡേഷനും ആ തരത്തിലുള്ള ഒരു കാഴ്ചയുടെയും ആശയങ്ങളുടെയൊക്കെ ഒരു വലിയ ലോകത്തേക്ക് എം ടി തന്നെ കണക്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കുമോ? അതല്ലെങ്കിൽ എം ടി എങ്ങനെയായിരിക്കും എം ടി ഇങ്ങനെ ഒരു ചെറിയ പരിസരത്ത് നിന്നുകൊണ്ട് താരതമ്യേന ചെറിയ ജീവിതം ജീവിച്ച് ഇത്ര വലിയ കഥകളിലേക്ക്, ഇത്ര വലിയ ഭാവനകളിലേക്കും തന്നെ കൊണ്ടുപോയത് എങ്ങനെയായിരിക്കും? ഷഫീഖെ, നമ്മൾ മനുഷ്യൻ്റെ എല്ലാ ജീവിതാവസ്ഥകളും ആഗോളമാണ്, അല്ലേ? ആഗോളം എന്ന് ഞാൻ പറയുന്നൊരു കാര്യം വെച്ചാൽ, നിങ്ങളുടെ ദുഃഖവും ഒരു ആഫ്രിക്കക്കാരൻ്റെ ദുഃഖവും ഒന്ന് തന്നെയാണല്ലോ. ഒരു അമേരിക്കക്കാരൻ്റെ സന്തോഷവും ഒരു ഇന്ത്യക്കാരൻ്റെ സന്തോഷവും ഒന്ന് തന്നെയാണല്ലോ. നമ്മൾ അമേരിക്കയിൽ ജീവിക്കുന്നു, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ദുഃഖമല്ലാതാകുന്നില്ല, സന്തോഷമല്ലാതാകുന്നില്ല, അല്ലെങ്കിൽ പ്രണയമല്ലാതാകുന്നില്ല, വിരഹമല്ലാതാകുന്നില്ല. മനുഷ്യരുടെ ഈ വികാരങ്ങൾക്ക് ഒരു സാർവലൗകികതയുണ്ട്. ആ സാർവലൗകികത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയുമാണ്. ഒരു ജീവി എന്നുള്ളതിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രണയം പോലെ തന്നെയാണ് ഈ ഒരു ഇറ്റലിക്കാരൻ്റെയും പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രണയം അല്ലെങ്കിൽ ഈ വിരഹം അല്ലെങ്കിൽ സന്തോഷം, സമാധാനം, ആകാംക്ഷ, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള മനുഷ്യവികാരങ്ങൾക്കൊരു സാർവലൗകികതയുണ്ട്. അപ്പം നിങ്ങൾ എവിടെ ഇരുന്നാലും, ഏത് ഭാഷയിലിരുന്നാലും, അത് എത്ര ചെറിയ ഭാഷയായിക്കോട്ടെ, എത്ര ചെറിയ പ്രദേശമായിക്കോട്ടെ, നിങ്ങൾ ആവിഷ്കരിക്കുന്നത് മനുഷ്യൻ്റെ വികാരങ്ങളാണ്, മനുഷ്യാവസ്ഥയാണ്. അത്തരത്തിലുള്ള മനുഷ്യാവസ്ഥയും മനുഷ്യൻ്റെ വികാരങ്ങൾക്കും സാർവലൗകികമാകാനും കഴിയും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം ഷഫീഖ് സൂചിപ്പിച്ചതുപോലെ ഒരു 4 കെട്ടിൻ്റെ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് എം ടിയുടെ കഥാപശ്ചാത്തലത്തെ രൂപപ്പെടുത്തുന്നത്. ആ കഥാപശ്ചാത്തലത്തെ രൂപപ്പെടുത്തുകയും അവിടെ നിന്ന് രൂപപ്പെട്ടു വരുന്ന കഥാപാത്രങ്ങളിലൂടെ ആ 4 കെട്ടിനെ ഭേദിച്ച് പുറത്തേക്ക് വരികയും പുറം ലോകത്തൂടെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് അവരൊക്കെ. ഇപ്പം ഒരു കഥാപാത്രവും എം ടിയുടെ ആ ഒരു വീട്ടിൽ ജനിച്ച് ഒരു വീട്ടിൽ ജീവിച്ച് ആ വീട്ടിൽ അവസാനിക്കുന്ന കഥാപാത്രങ്ങളല്ല. കുറച്ച് കഥാപാത്രങ്ങൾ അങ്ങനെയുണ്ട്, ആ പരിസരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. അവിടെ നിന്ന് അതിൻ്റെ ആ പരിസരത്തെയും അതിൻ്റെ അതിരുകളെയും ഭേദിച്ച് പുറത്തേക്ക് പോകുന്ന ആളുകൾ പിന്നെ മടങ്ങി വരുന്നതൊക്കെയാണ് എം ടിയുടെ ഒരു തീം എന്ന് പറയുന്നത് എപ്പോഴും, അല്ലേ? ചിലപ്പോൾ ചില ആളുകൾ തങ്ങളുടെ എന്താ പറയുക, വൈരാഗ്യങ്ങളും ശത്രുതയും ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വരുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നമുക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ, അല്ലേ? ഒരു കാലത്ത് നമ്മളെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുകയോ ഒക്കെ ചെയ്ത ആളുകൾക്ക് മുന്നിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തിരിച്ചു വന്ന് അവരോടൊക്കെ പകരം വീട്ടുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആരാണ് ആഗ്രഹിക്കാത്തത്? അത്തരമൊരു സ്വപ്നത്തിലൂടെ കടന്നു പോകാത്ത
ഏത് മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്? അത് അമേരിക്കയിലായാലും അതെ, പിന്നെ ഫ്രാൻസിലായാലും അതെ, ജർമ്മനിയിലായാലും അതെ, കേരളത്തിലായാലും അതെ, പശ്ചിമ ബംഗാളിലായാലും അതെ, ഏത് മനുഷ്യനും താൻ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള അപമാനങ്ങൾക്കൊക്കെ മറുപടി പറയണം. അത് വളരെ നേട്ടങ്ങളുണ്ടാക്കി കരുത്തനായി വന്നു നിന്നുകൊണ്ട് പിന്നെ മറുപടി പറയണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ എം ഡിയുടെ കഥാപാത്രങ്ങളൊന്നും എടുത്തു നോക്കുക, ഭൂരിഭാഗം കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്കോർ സെറ്റിൽ ചെയ്യുന്നവരാണ് അല്ലേ? ഈ പറയുന്ന ജീവിതത്തിൻ്റെ ഭയങ്കര ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടിക്കാലം, അപമാനിക്കപ്പെടുന്ന യൗവനകാലം, ആശ്രയങ്ങളൊന്നുമില്ലാത്ത ജീവിതാവസ്ഥ, അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് വലിയ ഭാഗ്യങ്ങൾ നേടി അവിടെ നിന്ന് വലിയ പിന്നെ പണക്കാരനായിട്ട് അല്ലെങ്കിൽ വലിയ വ്യവസായിയായിട്ട് അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥനായിട്ട് തിരിച്ചു വന്ന് ഇതിനെല്ലാം കണക്ക് പറയുന്ന ഒരു കഥാപാത്രം എല്ലാ എം ടി കഥകളിലും നിങ്ങൾക്ക് കാണാമെന്നുള്ളതാണ്. ഈ കഥാപാത്രം നമ്മളെല്ലാവരുമായിട്ടും കണക്ട് ചെയ്യത്തില്ലേ? ഇപ്പം പ്രേമം നിഷേധിക്കപ്പെടാത്ത ഏത് മനുഷ്യരാവുള്ളത് അല്ലേ? ഇപ്പോൾ എല്ലാ പ്രണയവും സാഫല്യത്തിൽ വന്ന അപൂർവം ആളുകളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പ്രണയ നൈരാശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ കാമുകിയുടെ മുമ്പിൽ വന്ന് കരുത്തനായ ഒരാളായിട്ട് ഇരിക്കുക, അപ്പോൾ കാമുകിയാകട്ടെ വളരെ ദുരിതം പിടിച്ചൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയും ചെയ്യുക. ഇതൊരു ഭയങ്കര രസകരമായിട്ടുള്ള സാഹചര്യമാണല്ലോ. ഇതൊക്കെ ഏത് മനുഷ്യർ ആഗ്രഹിക്കാത്തത്? അപ്പോൾ ഇതൊക്കെ എം ടിയുടെ കഥകളിൽ സംഭവിക്കുകയല്ലേ? എം ടിയുടെ പ്രധാന കഥാപാത്രം ഒരു പ്രണയം പറയുന്നു. ആ പ്രണയം പറയുന്ന പിന്നെ പെൺകുട്ടി അത് വളരെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുന്നു. എന്നിട്ട് അവളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ നഷ്ടപ്രണയവുമായിട്ട് കാമുകൻ പിന്നീട് മറ്റു വൻകരകളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വലിയ സ്വർണം കൊയ്തെടുത്ത് അത്ഭുതകരമായി തിരിച്ചു വരുന്നു. അപ്പോഴാകട്ടെ ഈ പഴയ കാമുക എന്ന് പറയുന്നത് വളരെ ദുരിതത്തിലും കഷ്ടപ്പാടിലും ഒക്കെ ആയി പോകുന്നു. അവളുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് അനുകമ്പയോടെ സംസാരിക്കുന്നു. ഇതൊക്കെ എം ടി രൂപപ്പെടുത്തുന്ന കഥാപരിസരമാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എം ടിയുടെ ഈ പറയുന്ന രചനാ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പല വിയോജിപ്പുകളും എനിക്കുണ്ട്. അതിന് ഇത്രത്തോളം ഉയരമുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് സംശയങ്ങളുണ്ട്. അത് പക്ഷേ പിന്നീടുള്ള എൻ്റെ വായനയിൽ നിന്ന് പിന്നെ രൂപപ്പെട്ടിട്ടുള്ള സംശയങ്ങളാണ്. നിരൂപണ ബുദ്ധിയാ സംസാരിക്കുമ്പം എം ടി എത്രത്തോളം നമുക്ക് എഴുത്തുകാരെന്നുള്ളതിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് സംശയങ്ങളുള്ള ആളാണ്. പക്ഷേ അതൊക്കെ ഉള്ളപ്പോഴും എൻ്റെ എഴുത്തിലേക്കുള്ള വരവിനെ അല്ലെങ്കിൽ എൻ്റെ വായനയിലേക്കുള്ള വരവിനെ ഒരു ദീപനാളം കാട്ടി വഴികാട്ടിയായിട്ട് നിന്നിട്ടുള്ളത് എം ടി വാസുദേവൻ നായരാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അങ്ങനെ ഒരു തലമുറയെ മുഴുവൻ ഈ സാഹിത്യത്തിലേക്ക് ആനയിക്കുന്നതിനകത്ത് എം ടി വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എം ടിയുടെ രചനാ ശൈലി, എം ടിയുടെ ഭാഷാശൈലി, അതിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു ഭാഷാശൈലി രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ വിജയൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്, മുകുന്ദൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചാളുകൾക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഒരു ഭാഷാ സമൂഹത്തെ ആകെ സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ഒരു സാമാന്യ വിദ്യാഭ്യാസമുള്ള ഒരാൾ മുതൽ ഡോക്ടറേറ്റ് നേടിയ ഒരാൾ വരെ ഒരേ സമയം വായിക്കുന്ന എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരാണ് അല്ലേ? അങ്ങനെ ഒരു എഴുത്തുകാരൻ ഇപ്പം നിങ്ങൾക്ക് ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുന്ന ഒരു വിഭാഗം ഏതായിരിക്കും? അല്ലെങ്കിൽ മുകുന്ദൻ്റെ ഡൽഹി വായിക്കുന്ന ഒരു വിഭാഗം ഏതായിരിക്കും? പോൾ സക്രിയുടെ കഥകൾ വായിക്കുന്ന വിഭാഗം ഏതായിരിക്കും? എൻ എസ് മാധവൻ്റെ കഥകൾ വായിക്കുന്ന വിഭാഗം ഏതായിരിക്കും? പക്ഷേ ഈ എല്ലാ ആളുകളും വായിക്കുന്ന ഒരു എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അങ്ങനെ എഴുത്തുകാരൻ മലയാളത്തിൽ അപൂർവമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു രചനാ ശൈലി, അദ്ദേഹത്തിൻ്റെ ഭാഷാ പിന്നെ സൗകുമാര്യം, അതിൽ അദ്ദേഹം പിന്തുടരുന്ന ഒരു ലാവണ്യശാസ്ത്രം, അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപരിസരങ്ങൾ, അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ഇതെല്ലാം മനുഷ്യനുമായി സംവദിച്ചിട്ടുണ്ട്, നമ്മളുടെ സമൂഹമായി സംവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് എം ടി എന്ന് പറയുന്ന 2 ഇംഗ്ലീഷ് അക്ഷരമാണെങ്കിൽ പോലും ഇത്രയും മലയാളത്തുമുള്ള മറ്റ് 2 അക്ഷരങ്ങൾ ഉണ്ടായിട്ടില്ലെന്നേ മലയാളികളെ സംബന്ധിച്ചിട്ട്. നിങ്ങൾ അത് ഇംഗ്ലീഷിലേക്കാണ് എഴുതുന്നതെങ്കിലും പക്ഷേ മലയാളികൾക്ക് മലയാളമാണ് ഈ എം ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ രചനാ പ്രപഞ്ചം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അനിഷേധ്യമാണ്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ പരിമിതി ഉണ്ടെന്നേ. ഇപ്പോൾ പിന്നെ എം ടി വാസുദേവൻ നായർ രണ്ടാം ഊഴത്തെക്കുറിച്ച് ഇപ്പോഴും ചില ആളുകൾ ഒരു പരിഹാസ രൂപേണ പറയുന്നത് അതിപ്പോൾ കാലത്തിലെ സേതു തന്നെയാണ്, വേറൊരു അർത്ഥത്തിൽ ഭീമൻ നായർ എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ള മട്ടിൽ എം ടിയുടെ ആ ഒരു കഥാപരിസരത്തിലേക്ക് തന്നെയാണ് ചുരുങ്ങി ജീവിച്ചിട്ടുള്ളത്. പക്ഷേ ആ കഥാപരിസരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടേക്ക് മുഴുവൻ ആളുകളെയും ആകർഷിക്കാൻ പോകുന്ന വിധത്തിൽ എന്താ പറയുക, ഒരു കാന്തം എന്ന പോലെ നിൽക്കുന്നുണ്ട്. അത് എല്ലാ ആളുകളെയും അതിലേക്ക് അടുപ്പിക്കാൻ കഴിയും വിധത്തിൽ ഒരു കാന്തശക്തി ആ പ്രമേയ പരിസരത്തിനുണ്ട്. ആ പ്രമേയ പരിസരത്തിൻ്റെ കാന്തശക്തിയെ നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ള ആളാണ് എം ടി വാസുദേവൻ നായർ. അതുകൊണ്ടാണ് അതിൽ നിന്ന് അണുവിട ചലിക്കാൻ എം ടി വാസുദേവൻ നായർ തയ്യാറാകാതിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഈ ലോക സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ലോക സാഹിത്യത്തെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഹെമിംഗ്വേയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ എം ടി വാസുദേവൻ നായരെ കാണാൻ ചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഈ മേശപ്പുറത്ത് മുഴുവൻ ഏറ്റവും പുതിയ പുസ്തകങ്ങളാണ് പിന്നെ നിറഞ്ഞിരിക്കുന്നത്. അതിൽ പലതും പിന്നെ ഈ താളുകൾക്കിടയിൽ പിന്നെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന ബുക്ക് മാർക്കൊക്കെ വെച്ചിട്ട് ഇരുത്തുന്നുണ്ട്. അപ്പം അദ്ദേഹം ഗൗരവത്തോടെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിഭയങ്കര വായനക്കാരനാണ് എം ടി വാസുദേവൻ നായർ. പക്ഷേ എത്ര വായിച്ചാലും
MT എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കഥാന്തരീക്ഷത്തെയും കഥാപ്രപഞ്ചത്തെയും തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തെ ഏതെങ്കിലും തരത്തിലുള്ള രചനാ കൗശലങ്ങൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക വിദ്യ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ക്രാഫ്റ്റ് കൊണ്ടോ അട്ടിമറിക്കാനോ കലർപ്പുള്ളതാക്കാനോ ഒരിക്കലും MT ശ്രമിച്ചിട്ടില്ല. അത് MTയുടെ പരിമിതിയായും നമുക്ക് കാണാം, അല്ലെങ്കിൽ MT എടുത്ത കടുത്ത തീരുമാനമായി കാണാം, MTയുടെ വലിയ സാധ്യതയായിട്ടും അതിനെ കാണാം. അപ്പോൾ ആ അർത്ഥത്തിൽ MTയുടെ എല്ലാ കഥകളും സാർവലൗകികമാണ്. അറ്റ് ദ സെയിം ടൈം അതൊരു സാധാരണ മലയാള കഥയുമാണ്. MTയുമായി വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ? കുറച്ചൊക്കെ. അതായത് MT വാസുദേവനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. MT വാസുദേവൻ അങ്ങനെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് അപ്രോച്ചബിൾ അല്ല, ഒന്നാമത്തെ കാര്യം. ഇപ്പം ഞാനൊക്കെ പിന്നെ വായനയൊക്കെ തുടങ്ങുന്ന സമയത്തെന്ന് പറഞ്ഞാൽ MTയെ ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം അത്ര ഉയരത്തിലാണ് MT വാസുദേവൻ നായർ എന്ന് പറയുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ MTയെ ആദ്യമായിട്ട് കാണുന്നത് 1996 1996 ഞാൻ കലാകൗമുദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അതിനുശേഷം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിലേക്ക് മാറി. 96 കലാകൗമുദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അനിയൻ വേണു ബാലകൃഷ്ണന് മാതൃഭൂമിയുടെ ആ വർഷത്തെ ഈ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തിയിട്ടുള്ള കഥാമത്സരത്തിൽ ഒരു അവാർഡ് കിട്ടി, 1ാം സ്ഥാനം കിട്ടി. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഞാനും വേണുവും കൂടിയാണ് ഈ മാതൃഭൂമിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് കോഴിക്കോട്ടേക്ക് വരുന്നത്. അപ്പോൾ അന്ന് ഞാൻ മാതൃഭൂമിയുടെ ഓഫീസിൽ പോയിട്ട്, കലാകൗമുദിയിലാണല്ലോ ഞാൻ ജോലി ചെയ്യുന്നത്, അപ്പോൾ ഞാനിങ്ങനെ MT വാസുദേവൻ നായരെ കാണണം എന്നിങ്ങനൊരു ആഗ്രഹം പറഞ്ഞു. അതൊന്നും എളുപ്പമല്ല ആ കാലത്ത്. വെച്ചാൽ മാതൃഭൂമിയിൽ ആരെയും കാണുന്നതിന് തടസ്സമില്ല, പക്ഷേ MT വാസുദേവൻ നായരെ കാണുക എന്ന് പറയുന്നൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അദ്ദേഹം അങ്ങനെ കാണാൻ തീരുമാനിക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ മലയാളികളുടെ ഒരു ഒഴുക്കായിരിക്കുമല്ലോ മാതൃഭൂമിയുടെ ഓഫീസിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ആളുകളെ അവിടെ നിന്ന് കാണുന്ന ഒരു പരിപാടി MTക്ക് ഇല്ലായിരുന്നു. ഞാൻ പിന്നെ കലാകൗമുദിയിൽ നിന്നായതുകൊണ്ട് അക്കാലത്ത് ഞാൻ കുറച്ചൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ എനിക്കൊരു അനുവാദം കിട്ടി MT വാസുദേവൻ നായരെ കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അതേ എഡിറ്ററായിട്ടിരിക്കുന്ന മുറിയിൽ ചെന്നിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ ഷഫീഖുമായിട്ടിരിക്കുന്നത് പോലെ ഇങ്ങനെ മുഖാമുഖം ഇരിക്കുകയാണ്, സംസാരമൊന്നുമില്ല. അപ്പോൾ എപ്പോൾ വന്നു എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണുവിനാണ് അവാർഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥ വായിച്ചിരുന്നു, നല്ല കഥയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാലഭൂമി എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് വന്നു. അപ്പോൾ എന്നെ ഒരു കളിയാക്കുന്ന പോലെ തോന്നി എനിക്ക്. എന്താ ഇത് ഇപ്പോൾ ഇനിയിപ്പോൾ ബാലഭൂമിയൊക്കെ നന്നാകുക എന്നുള്ള മട്ടിലാണോ എന്ന് പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ അന്ന് ബാലഭൂമി ഇറങ്ങുന്ന ദിവസമാണ്. ആദ്യമായിട്ട് ബാലഭൂമി എന്ന് പറഞ്ഞ് മാതൃഭൂമി കുട്ടികൾക്കായുള്ള പ്രസിദ്ധീകരണം തുടങ്ങുന്ന ദിവസമാണ് ഞാൻ അവിടെ എത്തുന്നത്. അന്നത്തെ വൈകുന്നേരത്തെ ചടങ്ങിൽ വെച്ചിട്ടാണ് ബാലഭൂമി പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ അത് അദ്ദേഹം ഇങ്ങനെ എടുത്തു വന്നിട്ട് പറഞ്ഞു, ഇത് മാതൃഭൂമി കുട്ടികൾക്ക് വേണ്ടി ഇറക്കുന്നൊരു പുസ്തകമാണ്, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ തന്നു. അപ്പം ഞാനതിങ്ങനെ നോക്കി കുറച്ച് നേരം ഇരുന്നു. മറ്റൊരു സംഭാഷണം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ പുറത്തേക്ക് പോകേണ്ട സമയമായി എന്ന്. അപ്പം ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണൊരു ആദ്യത്തെ കൂടിക്കാഴ്ച സംഭവിക്കുന്നത്. പക്ഷേ ഒരിക്കൽ ഞാൻ MT വാസുദേവൻ നായരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് 1997 തൊട്ടടുത്ത വർഷം ആണെന്നാണ് എൻ്റെ ഓർമ്മ. മഹാത്മാഗാന്ധി സർവകലാശാല MTക്ക് ഡീലിറ്റ് ബിരുദം കൊടുത്തിരുന്നു. അത് കോട്ടയത്ത് അതിരമ്പുഴ എന്ന് പറയുന്ന അവരുടെ ക്യാമ്പസിൽ വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പം ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഒക്കെ പിന്നെ റെക്കോർഡ് ചെയ്തു ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട്. തിരിച്ച് അദ്ദേഹം ചങ്ങനാശ്ശേരിയിലാണ് ഒരു ഹോട്ടലാണ് തങ്ങുന്നതെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 1-2 ആളുകളോട് ഒരു അഭിമുഖത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഹോട്ടലിലേക്ക് വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു. സാധാരണ ഇതിൽ MT വാസുദേവൻ നായരുടെ അഭിമുഖം കിട്ടാൻ വലിയ പ്രയാസമാണ്. പക്ഷേ അത്ഭുതകരമാണ്. ഞാനന്ന് ഹോട്ടലിൽ ചെന്നപ്പം മൂപ്പര് സംസാരിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് 20 മിനിറ്റ് സംസാരിച്ചു. എന്നെ കൗതുകരമായൊരു കാര്യം എന്താ അറിയുമോ, ഞാൻ ആ ഹോട്ടലിൽ എത്തുമ്പം അവിടെ ചങ്ങനാശ്ശേരിയിലെ NSS കോളേജിൽ നിന്നാണോ SB കോളേജിൽ നിന്നാണോ എന്നറിയില്ല, കുറച്ച് കുട്ടികൾ അവിടെ വന്നിരിപ്പുണ്ട്. MT വാസുദേവൻ നായർ ഒരു ഇൻ്റർവ്യൂ അവർക്കും എടുക്കണം ഈ കോളേജ് മാഗസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് അനുവാദം കിട്ടിയില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ കയറിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ MTക്ക് ഇതിന് അതൊരു അലോസരമാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ക്യാമ്പസിൽ MTയുടെ പിന്നെ ഒരു ഇൻ്റർവ്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. MTയെ വായിക്കാൻ അന്ന് ക്യാമ്പസ് മുഴുവൻ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പിന്നെ കേരളത്തെ ആകെ സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ ഈ യുവതലമുറയിൽ വലിയ സ്വാധീനമായിരുന്നു. ഈ അന്നത്തെ കാലത്തെ കോളേജ് ക്യാമ്പസിലെ പ്രണയലേഖനങ്ങളിലൊക്കെ MTയുടെ ഒരു കൊട്ടേഷൻ ഉണ്ടാവും. ആ രീതിയിൽ പുതിയ തലമുറ, ഇപ്പം നമ്മളിപ്പോൾ ഈ തലമുറയെക്കുറിച്ച് പറയുന്നത് അവർ വായിക്കുന്നില്ല എന്നൊക്കെയാണല്ലോ. പക്ഷേ അന്ന് MT എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മൊത്തം ആളുകൾ MTയെ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ളൊരു സ്വാധീനമായിരുന്നു MTയുടെ. അങ്ങനെ ഞാൻ MTയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അന്ന് ഒരു 10-20 മിനിറ്റ് ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1-2 തവണ കൂടി MTയെ കാണാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അവസാനം ഞാൻ കണ്ടത് 2022 അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടാണ് കണ്ടത്. അത് ഒട്ടും തന്നെ സംസാരിക്കാനൊന്നും കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം സംസാരിച്ചിട്ട് പിരിയുകയും ചെയ്തു. അത്തരത്തിലൊരു ഒരു ഗാഠമായ ബന്ധമെന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില അവസരങ്ങൾ MTയുമായിട്ട് സംസാരിക്കാനും കുറച്ച് നേരം സംസാരിക്കാനും കാണാനും ഒക്കെയുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എന്നതിനപ്പുറത്തേക്കൊരു വ്യക്തിപരമായ ബന്ധമൊന്നും MTക്കും ഞാനുമായിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഞാൻ ഒരു കഥ എഴുതിയിട്ട് ആ കഥ MT വാസുദേവൻ നായർക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം ഒന്ന് മാതൃഭൂമിയുടെ പത്രാധിപരാണ്.
അപ്പോൾ കഥ വായിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി വന്നു. മറുപടി വന്നു വെച്ചാൽ ഒരു കത്തായിട്ടാണ് വന്നത്. അന്ന് കത്താണ്. അപ്പോൾ കത്തിനകത്ത് കഥ വായിച്ചു എന്നുള്ളതാണ്. കത്ത് പക്ഷേ എൻ്റെ നഷ്ടപ്പെട്ടു പോയി. അത് അത്ര വലിയൊരു പിന്നെ വാല്യൂഡ് പ്രോപ്പർട്ടി ആണെന്നൊന്നും അന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. മാത്രമല്ല MD ജീവിച്ചിരിപ്പുണ്ട്, MD ഈസ് അവൈലബിൾ വെരി മച്ച്. അപ്പോൾ കഥ വായിച്ചു. കഥയിലൊരു സെൻട്രൽ പോയിൻ്റ് ഇല്ല എന്നാണ് അദ്ദേഹം അതിനകത്ത് എഴുതിയിരുന്നത്. സെൻട്രൽ പോയിൻ്റ് എന്നുള്ള വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം അതത്ര അങ്ങോട്ട് രസിച്ചില്ല. എൻ്റെ ഒരു പ്രായത്തിലൊക്കെ വെച്ചിട്ട് അതെന്താ കഥയിൽ സെൻട്രൽ പോയിൻ്റ് ഇല്ലാത്തത്, നിങ്ങൾക്കത് മനസ്സിലായില്ലേ എന്നുള്ള മട്ടിൽ ഞാൻ തിരിച്ച് MDക്ക് ഒരു കത്തയച്ചു. താങ്കൾക്ക് കഥ വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു, ഈ കഥയുടെ സെൻട്രൽ പോയിൻ്റ് ഇതാണ്, അപ്പോൾ അത് താങ്കൾ ഒന്നുകൂടി മനസ്സിരുത്തി വായിക്കണം എന്നുള്ളത് എനിക്ക് ചെറിയ പ്രായത്തിലാണ് കേട്ടോ. അങ്ങനൊരു കത്ത് ഞാൻ തിരിച്ച് MDക്ക് എഴുതിയിട്ടുണ്ട്. അതിനെന്തായാലും മറുപടി അദ്ദേഹം അയച്ചില്ല. പക്ഷേ അദ്ദേഹം കത്ത് വായിച്ചിട്ടുണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഞാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ MDയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽ പെട്ട ആളുകൾക്കൊക്കെ അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈഡായിരുന്നു. MD അംഗീകരിക്കണം നമ്മളെ, അതാണ് നമ്മുടെ ആവശ്യം. MT വാസുദേവൻ നായർ അംഗീകരിക്കണം. ഇപ്പം തകഴിയായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, എൻ്റെ നാട്ടുകാരനാണല്ലോ, ആലപ്പുഴക്കാരനാണ്. അപ്പോൾ എനിക്ക് പിന്നെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ തകഴി എന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായിരിക്കുമ്പോൾ പോലും തകഴി എന്നെ അംഗീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മലയാളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരായിട്ടുള്ള ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ എന്നെ അംഗീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ MT വാസുദേവൻ നായർ എന്നെ അംഗീകരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ എന്നെ പോലുള്ള അനവധിയായ മനുഷ്യരുടെ ജീവിതത്തിലെ, അതാണ് ഞാൻ അദ്ദേഹത്തെ ഒരു ബിംബം എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരു ഐക്കണാണ്. MT ഈസ് ആൻ ഐക്കൺ. അത് തൂത്തെറിയാൻ കഴിയാത്ത, ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത, അവരവരുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും പറിച്ചെറിയാൻ കഴിയാത്ത അത്ര വലിയ സ്വാധീനമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം MT വാസുദേവൻ നായർ. എന്നെപ്പോലെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളവും MT നിറഞ്ഞ സ്വാധീനമാണ്. MTയോട് എനിക്കുള്ള കടപ്പാട് നിസ്സീമമാണ്. കാരണം ഞാൻ വായനയിലേക്ക് വരുന്നതിനകത്ത് എൻ്റെ ഭാഷ എങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് എന്നെ തന്നെ സ്വയം പഠിപ്പിച്ചതിനകത്ത്, എന്നെ ബോധ്യപ്പെടുത്തുന്നതിനകത്തൊക്കെ എന്താ പറയുക, അദൃശ്യനായി MT വാസുദേവൻ നായർ എപ്പോഴും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. ആ അർത്ഥത്തിൽ എന്താ പറയുക, മലയാളികൾ ഒന്നടങ്കം കടപ്പെട്ട ജീവിതമാണ് MT വാസുദേവൻ നായരുടെ. എൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. അദ്ദേഹത്തോട് കടപ്പെട്ട ഒരു ജീവിതമായിട്ട് തന്നെയാണ് എൻ്റെ എഴുത്തിൻ്റെയും ഭാവനയുടെയും അങ്ങനെയുള്ള എൻ്റെ ഒരു സർഗാത്മകമായ ജീവിതത്തെ ഞാൻ കാണുന്നത്. അദ്ദേഹവുമായി കടപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമായിട്ടാണ്.